ஃபஸ்ட்டு டிப்பிங்க்கு அப்புறம் 2 hours, செகண்ட் டிப்பிங்க்கு அப்புறம் 2 hours, அதுக்கப்புறம் கடைசி டிப்பிங்க்கு அப்புறம் ஒரு 4 hours நல்லா காய வச்சுருவாங்க. ஃபஸ்ட்டு கெமிக்கலில் வந்து அந்த கலர் பல்லட்ஸை ஃபஸ்ட்டு மிக்ஸ் பண்ணுவாங்க. மிக்ஸ் பண்ணிவிட்டு அதை அந்த டியூபுக்குள்ளே லோட் பண்ணுவாங்க. ഹായ് നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ശിവകാശിയിലെ നാഷണൽ ഫയർവർക്സ് എന്ന സ്ഥാപനത്തിലെ പടക്ക നിർമ്മാണത്തിനെക്കുറിച്ചും വിവിധ പടക്കങ്ങളെയുമാണ് പരിചയപ്പെടുന്നത്. നമ്മൾ ഇന്ന് ഫൗണ്ടൻ സീരീസിലെ പടക്കങ്ങളുടെ നിർമ്മാണമാണ് കാണാൻ പോകുന്നത്. அதுதான் இன்னைக்கு ப்ரொடக்ஷனில் இருக்குது. அதை நம்ம இப்போ பார்ப்போம். சரி, ஃபவுண்டைன் என்ன சார்? இந்த ஃப்ளவர் பாட்டுக்கும் ஃபவுண்டனுக்கும் என்ன டிஃப்ரென்ஸ்? எப்படி ഫ്ലവർ പോട്ടും ഫൗണ്ടൻ സീരീസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫ്ലവർ പോട്ട് കോൺ വെച്ചാണ് നിർമ്മിക്കുന്നത്, എന്നാൽ ഫൗണ്ടൻ ട്യൂബ് ടൈപ്പിലാണ് ഉണ്ടാവുക. ഫ്ലവർ പോട്ടിൽ കെമിക്കൽ മാത്രമാണ് ഉണ്ടാവുക, എന്നാൽ ഫൗണ്ടനിൽ കെമിക്കൽ പ്ലസ് കളർ പല്ലറ്റും ചേർത്ത് ആണ് ഇത് നിർമ്മിക്കുന്നത്. കെമിക്കലും കളർ പല്ലറ്റും മിക്സ് ചെയ്യുന്നു, അതിനുശേഷം ട്യൂബിൽ ലോഡ് ചെയ്യുന്നു. ഫസ്റ്റ് കെമിക്കലാണ് அந்த கலர் பல்லட்ஸை ஃபஸ்ட்டு மிக்ஸ் பண்ணுவோம். പ്രഷർ കിട്ടുവാൻ മരം ഉപയോഗിച്ച് അടിക്കുന്നു, അതിനുശേഷം മണ്ണ് ഫിൽ ചെയ്യുന്നു. മണ്ണ് ഫിൽ ചെയ്ത ട്യൂബുകൾ വെയിലിൽ ഉണക്കാൻ വെക്കുന്നു. அடிப்பாங்க. அதுதான் இங்கே நடக்கும். அதுக்கப்புறம் அது மேலே மண் வைக்கிறது எல்லாம் இங்கே நடக்கும். ஸோ இப்போ ஃபவுண்டைன் சீரீஸோட ஃபஸ்ட்டு ப்ராசஸ் லோடிங் ப்ராசஸ் பார்த்தோம். அவங்க லோட் பண்ணி மண் வைக்கிறாங்க, மண் காயுது. മണ്ണ് കാഞ്ചോടെ அந்த പീസ് வந்து ഫിനിഷിംഗ് വരുന്നത്. അടുത്തതായി നമ്മൾ ഫിനിഷിംഗ് സ്റ്റേജ് ആണ് കാണാൻ പോകുന്നത്. ആദ്യം മണ്ണ് കവർ ചെയ്യുന്നതിന് ഒരു കളർ ടിഷ്യൂ ഒട്ടിക്കുന്നു, അതിനുശേഷം ലേബലും ഒട്ടിക്കുന്നു. டிஷ்யூ ஒட்டிட்டு டிஷ்யூ ஒட்டின பீஸை வந்து லேபிள் உருட்டுவாங்க. லேபிள் உருட்டிட்டு அதை அப்படியே பாக்ஸில் வச்சு ஃபினிஷிங். இதுக்கு இந்த திரி வேணாங்களா? இதுக்கு திரி வேணாം. இதுக்கு வந்து ഇതിന് തിരിയുടെ ആവശ്യമില്ല. തുടക്കത്തിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് തീ കൊളുത്തുവാനുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. അവിടെ തീ വെച്ചാൽ ഇത് കത്തും. ഫൗണ്ടനിൽ കുറേ ഐറ്റങ്ങളുണ്ട്. ഇതിൽ ട്യൂബിൻ്റെ വലിപ്പം മാത്രമാണ് വ്യത്യാസം വരുന്നത്. 3 എണ്ണം വരുന്ന പാക്കറ്റുകൾ മുതലാണ് ഈ അഷ്റഫി സീരീസ് എന്ന സീരീസ് തുടങ്ങുന്നത്. பீஸ் பேக்கிங் வரும். மற்ற சீரீஸ்லாம் அதுக்கேற்ற மாதிரி டிஃபர் ஆகும். இந்த மாதிரி நிறைய சீரீஸ் இருக்குது. இப்போ நம்ம അടുത്ത് സ്പാർക്ക്ലെസ് பார்க்கணும். അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് കമ്പിത്തിരി എന്ന് പറയില്ലേ, കമ്പിത്തിരിയുടെ നിർമ്മാണമാണ്. സ്പാർക്ക്ലെസ് എന്ന ഐറ്റത്തിന്റെ നിർമ്മാണമാണ്. സ്പാർക്ക്ലെസ് എന്നാണ് ഈ നിർമ്മിക്കുന്ന ഐറ്റത്തിന്റെ പേര്. 12 മുതൽ 15 സെന്റിമീറ്റർ വരെയുള്ള അതാണ് ഈ കമ്പിത്തിരി വരുന്നത്. ഇതിന്റെ സൈസ് 12 മുതൽ 15 വരെയാണ്. എല്ലാ ഐറ്റത്തിലും 4 വെറൈറ്റികളുണ്ട്. ഇലക്ട്രിക്, ഗ്ലിറ്ററിംഗ്, റെഡ്, ഗ്രീൻ എന്നിങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഈ കമ്പിത്തിരിയിലുള്ളത്. 13 സെന്റിമീറ്ററിന്റെ ഇലക്ട്രിക്കിന്റെ നിർമ്മാണ രീതിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് പോലെ കമ്പി അടുക്കുന്നു. 30 cm கம்பி. இந்த கம்பியை வந்துட்டு ஃபஸ்ட்டு இவங்க அடுக்குவாங்க. அதாவது இந்த கட்டையில் வந்துட்டு ஒவ்வொரு ரோக்கும் இத்தனைன்னு இருக்கும், அத்தனை அடுக்கிட்டு அதை டைட் பண்ணுவாங்க. அதுக்கப்புறம் அந்த டைட் பண்ணி இந்த மாதிரி வச்சுருவாங்க. இதை தான் எடுத்து இவங்க டிப்பிங் பண்ணுவாங்க. അവർ കമ്പി അടുക്കി വെച്ചു, അതിനെ ഡിപ്പിംഗ് ചെയ്യുന്നു. எடுத்துட்டு வந்துட்டு இங்கே வந்து டிப்பிங் போடுவாங்க. டிப்பிங் வந்து ஒவ்வொரு ஐட்டமுக்கும் ஏற்ற மாதிரி எத்தனை டிப்பிங் போட்டுமோ அத்தனை டிப்பிங் போட்டுக்குவாங்க.
ஸோ இன்றைக்கி 30 cm எலக்ட்ரிக் போடுறோம். நாங்கள் இதுக்கு 3 டிப்பிங். ഫസ്റ്റ് ഡിപ്പിംഗ് ഒപ്പം 2 hours. ആദ്യത്തെ ഡിപ്പിങ്ങിനെ 2 മണിക്കൂർ വരെ ഉണക്കുന്നു. രണ്ടാമതും ഡിപ്പ് ചെയ്യുന്നു, അതും 2 മണിക്കൂർ ഉണക്കാൻ വയ്ക്കുന്നു. അവസാനമായി മൂന്നാമത്തെ ഡിപ്പിംഗ് ആണ്. മൂന്നാമത്തെ ഡിപ്പിങ്ങിൽ 4 മണിക്കൂറാണ് ഇത് ഉണക്കാൻ വയ്ക്കുന്നത്. ஸோ இப்போ இதுதான் ஸ்பார்க்லர்ஸ் வந்து ட்ரையிங் ஸ்பேஸு. அங்கே டிப்பிங் போடுறது எல்லாத்தையும் வந்து இங்கே வச்சுருவாங்க. ഡിപ്പിംഗ് കഴിഞ്ഞ് ഇവിടെയാണ് ഉണക്കാൻ വെക്കുന്നത്. നല്ല പോലെ വെയിലിൽ ഉണങ്ങണം. ഇത് വൈകിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കി മാറ്റി വെക്കുന്നു. ஓகேங்க. அதை நாங்கள் செக் பண்ணிவிட்டு நாங்கள் அடுத்து பேக்கேஜிங்க்கு அது போயிடும். சரிங்க. இப்போ ஒரு சில கம்பி மெத்தாப்லாம் பார்த்தோம்னாக்கா அப்படியே எரிஞ்சிட்டு வரும்போதே பாதியிலே நின்றுடும். ஸோ அதுக்கு என்ன ரீசன்? കമ്പിത്തിരി ചില സമയങ്ങളിൽ നമ്മൾ കത്തിക്കുമ്പോൾ പകുതി വെച്ച് കത്തുന്നത് നിന്നു പോവാറുണ്ട്. അതിനുള്ള പ്രധാന കാരണം നല്ല വെയിൽ, ഏകദേശം 38 ഡിഗ്രിയോളം ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ ഉണങ്ങുകയുള്ളൂ. ഇത്തരം നല്ല ചൂടിൽ ഇത് ഉണക്കിയാൽ നല്ലപോലെ കത്തുകയും ചെയ്യും. മഴക്കാലം, തണുപ്പ് എന്നീ സമയങ്ങളിൽ ഇത് നിർമ്മിക്കാൻ അനുയോജ്യമായ സമയമല്ല. ഇത് ശരിയായി കത്തില്ല. அந்த கம்பி மெத்தாப் எரியும் போது இந்த ஸ்பார்க்லர்ஸ்ல கலர்ஃபுல்லா நல்ல இந்த சவுண்ட்ஸோடலாம் சின்ன சின்னதாக டப் டப் அது என்னது? அது எது? அதான் கிளிட்டரிங். அது அலாய்னு ஒரு மெட்டீரியல் இருக்கும். കമ്പിത്തിരി കത്തുമ്പോൾ കളർഫുള്ളായി സൗണ്ടോട് കൂടി കത്തുന്നത് ഗ്ലിറ്ററിംഗ് എന്ന ഐറ്റമാണ്. അത് നിർമ്മിക്കുന്നത് മൂന്നാമത്തെ ഡിപ്പിംഗ് ടൈമിൽ ഒരു കെമിക്കൽ അതിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്നു. അത് കമ്പിത്തിരിക്ക് മീതെ ചെറുതായി തൂവിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കത്തുമ്പോൾ അതാണ് ചെറുതായി പൊട്ടിത്തെറിച്ചുകൊണ്ട് കത്തുന്നത്. ഗ്ലിറ്ററിംഗ് ഐറ്റം ലാസ്റ്റ് ഡിപ്പിംഗ് സമയത്ത് ഈ മെറ്റീരിയൽ തൂവുന്നു. അടുത്തതായി നമ്മൾ പാക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം. സ്പാർക്ക്ലെസ് നമ്മൾ വെയിലത്ത് ഉണക്കി വൈകിട്ട് എടുത്തു വെക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഒന്നുകൂടി വെയിലിൽ ചൂടാക്കി പാക്കിങ്ങിന് പോകുന്നു. 10 പീസുള്ള ഒരു ചെറിയ ബോക്സ് ആണ് ഇത് വരുന്നത്. അതിനെ വീണ്ടും വലിയ ബോക്സുകളാക്കുന്നു. 10 എണ്ണമുള്ള. நம்ம ஃபேக்ட்ரியில் இப்போ மேனுஃபேக்சர் பண்ணுற ப்ராடக்ட்ஸ் எல்லாத்தையுமே வந்துட்டு சும்மா எடுத்து அடைச்சிட மாட்டாங்க. ஃபஸ்ட்டு அதை மேனுஃபேக்சர் பண்ணி முடித்தோடனே அதை ஃபஸ்ட்டு இங்கே நாங்கள் டெஸ்டிங்க்கு கொண்டு வருவோம். இது எங்கள் டெஸ்டிங் கிரவுண்ட் மாதிரி. இப்போ இன்றைக்கி நாங்கள் மேனுஃபேக்சர் பண்ண ப்ராடக்ட்ஸ்க்கெல்லாம் டெஸ்டிங் நாங்கள் பண்ணிகிட்டு இருக்கோம். பாருங்கள், ഓരോ ഐറ്റത്തിൻ്റെയും നിർമ്മാണ ഘട്ടത്തിൽ ഫിനിഷിംഗ് സ്റ്റേജിൽ അത് ടെസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. ഇവിടുത്തെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ എല്ലാം ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഇത് മാർക്കറ്റിൽ വിതരണം ചെയ്യുന്നത്.